എല്ലാവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഓട്ടോബയോഗ്രഫി ഓഫ് എ സിദ്ധ എന്ന ദേവിയമ്മയുടെ ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലെ 4ാമത്തെ ചാപ്റ്ററായ എ ഡിവൈൻ ചാനൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഒരു പദാനുപദ വിവർത്തനമൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ഒരു ഗ്രന്ഥത്തെപ്പറ്റി ഒരു ഐഡിയ നൽകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഈ ഒരു ഗ്രന്ഥം മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുതരുവാനായിട്ടൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതല്ലല്ലോ എൻ്റെ ശരി. ഇത് അങ്ങനെയുള്ളൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. കാരണം പലരും എന്നോട് ചോദിച്ചത് ഫുൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന്. അതെനിക്ക് സമയമില്ല. പിന്നെ ഈ ഒരു ഗ്രന്ഥം ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാവരും വായിക്കുക. പിന്നെ മലയാളം മാത്രം അറിയുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ആ ഒരു ഗ്രന്ഥം വാങ്ങി വായിക്കുക. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് എത്ര സമയം എടുത്തിട്ടായിരിക്കും ഈ ഒരു ഗ്രന്ഥം അമ്മ എഴുതിയിട്ടുള്ളത്. അത് വാങ്ങി വീട്ടിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ അനന്തര തലമുറകൾക്കും ഇങ്ങനെ ഒരു സിദ്ധ ജീവിച്ചിരുന്നു, ഇതൊക്കെ പോസിബിളാണ്. നമ്മൾ ഇമ്പോസിബിൾ എന്ന് കരുതുന്ന പല കാര്യങ്ങൾ, അത് ഈശ്വരനെ നേരിട്ട് കാണുക, ഈശ്വര ചൈതന്യം നേരിട്ട് അനുഭവിക്കുക, ഭഗവാന്റെ ദർശനം കിട്ടുക, ഇതൊക്കെ സാധ്യമാകുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും അവർക്ക് വായിച്ച് മനസ്സിലാക്കാനെങ്കിലും ഈ ഗ്രന്ഥങ്ങളെല്ലാം ഉപകരിക്കും. അപ്പോൾ അമ്മയുടെ ഈ ആത്മകഥ ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാവരും വാങ്ങി വായിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മേടിച്ച് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യാം. അത്ര നല്ല ഗ്രന്ഥമാണ്. ഇനി മലയാളം മാത്രം അറിയുന്നവർ കുറച്ച് കാത്തിരിക്കുക. ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് ഭാഗങ്ങൾ കൊണ്ടുവരുള്ളൂ. കാരണം അത്ര ഈസി ആയിട്ട് എത്രയോ സമയം എടുത്തിട്ടായിരിക്കും അമ്മ ഇത് എഴുതിയിട്ടുണ്ടാവുക. ഇത് പിന്നെ കമ്പൈൽ ചെയ്തെടുക്കാനും കുറേ പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പുസ്തകം വില കൊടുത്ത് തന്നെ വാങ്ങിക്കുക. കാരണം ഇതിൻ്റെ വില എന്ന് പറയുന്നത് അത് അളക്കാനാവാത്ത ഒരു മൂല്യമാണ് ഈ ഒരു ഗ്രന്ഥത്തിനൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് 750 രൂപയാണ് ഇതിൻ്റെ വില. ഗുരുലൈറ്റിൻ്റെ പബ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും വാങ്ങി വായിക്കുക. അപ്പോൾ വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് എ ഡിവൈൻ ചാനൽ എന്നാണ്. ചാനലിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിവ്യമായ ആത്മാക്കൾ, അതായത് ഇപ്പോൾ ഒരു ശരീരത്തിലില്ലാത്ത സൂക്ഷ്മരൂപികളായ ആത്മാക്കൾ, അവർക്ക് ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ. കാരണം നമുക്ക് സൂക്ഷ്മമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തോട്ട്സ് ഒന്നും നമുക്ക് ഡിവൈൻ തോട്ട്സ് ആണോ, അവർ സംപ്രേഷണം ചെയ്യുന്ന തോട്ട്സ് ആണോ എന്നൊക്കെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ, അതായത് ധ്യാനത്തിലായിരിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ തോട്ട്സ് വരും. പക്ഷേ സാധാരണ മനുഷ്യ മനസ്സിന് ഈ തോട്ട്സിനെ റെക്കഗ്നൈസ് ചെയ്ത് ഇതെൻ്റെ വെറും തോട്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് നമുക്കത് മനസ്സിലാകും ഇത് ഡിവൈൻ തോട്ട്സ് ആണ് എന്നുള്ളത്. അതിന് നിത്യമായിട്ടുള്ള സാധനകൾ എല്ലാം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് വളരെ സാധനയൊക്കെ ചെയ്ത് പ്യുവറായിട്ടുള്ള സോൾസിലൂടെ ദിവ്യമായ ആത്മാക്കളെ പ്രവേശിച്ചിട്ട് നമുക്ക് സന്ദേശങ്ങൾ തരും. അതായത് ഈ ലോകത്തിലല്ലാതെ ഉയർന്ന തലങ്ങളിലുള്ള, ഇപ്പോൾ ഭൂമിയിലില്ലാത്ത സിദ്ധന്മാർ, യോഗികൾ, ഭഗവാൻ തന്നെ, ഭഗവാന്റെ പല രൂപങ്ങൾ, ഇതെല്ലാം നമ്മളിലൂടെ സംസാരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് ചാനലിംഗ് എന്ന് പറയുന്നത്. മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് പല തരത്തിൽ ചാനലിംഗ് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവമാണ് അമ്മ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് 4ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ചാപ്റ്ററുകളിൽ അമ്മ തൻ്റെ കുട്ടിക്കാലത്തെ പറ്റി പറയുന്നുണ്ട്. അമ്മ ജനിച്ചപ്പോൾ തന്നെ, ദേവിയമ്മ ജനിച്ചപ്പോൾ തന്നെ ഇത് വളരെ എന്താ പറയുക, തിളക്കമുള്ള പ്രകാശം നിറഞ്ഞ ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ദേവിയമ്മയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തത്. പിന്നെ ദേവിയമ്മയ്ക്ക് 15 വയസ്സിൽ സിദ്ധരായ അഗസ്ത്യരുടെ ദർശനം ഉണ്ടായി. ലോപാമുദ്ര ദേവിയെ അമ്മ എന്നും അഗസ്ത്യരെ അപ്പ എന്നുമാണ് വിളിക്കുന്നത്. അവരുടെ ഡയറക്റ്റ് ശിഷ്യയാണ് ദേവിയമ്മ. പിന്നെ അതിനു മുമ്പുള്ള ചാപ്റ്ററുകളിൽ എങ്ങനെ അദ്ദേഹം ദേവിയമ്മയ്ക്ക് ദർശനം നൽകി, ദേവിയമ്മയെ പരിശീലിപ്പിച്ചു. അതായത് ലോർഡ് അഗസ്ത്യരിൽ നിന്ന് നേരിട്ടാണ് ദേവിയമ്മയ്ക്ക് സ്പിരിച്വൽ പ്രാക്ടീസ് ലഭിച്ചത്. 1960-ൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അന്ന് 16-17 വയസ്സുള്ളൂ, അമ്മ ഒരു ഡിവൈൻ ചാനലായി മാറുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ അതായത് ലോർഡ് അഗസ്ത്യർ ദേവിയമ്മയോട് ഒരു മണ്ഡലക്കാലം മുഴുവനും 48 ദിവസം അതികഠിനമായ ഒരു സാധന അനുഷ്ഠിക്കാൻ പറഞ്ഞതിനെ പറ്റിയെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ആരോടും സംസാരിക്കാതെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച്, അതും വളരെ മിതമായ രീതിയിൽ ഒരു പഴവും പാലും കഴിച്ച്, കഠിനമായ സാധനയിലൂടെ ആരുടെയും സ്പർശനമില്ലാതെ
കഠിനമായൊരു വ്രതചര്യയായിരുന്നു. നിലത്ത് കിടന്നുറങ്ങണം. അത് 15 വയസ്സുള്ള 17 വയസ്സാണ് ആ സമയത്ത് അമ്മയ്ക്ക്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു കഠിനമായ സാധന അനുഷ്ഠിക്കാനായിട്ട് ഗുരുനാഥൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ അമ്മയുടെ വീട്ടുകാരെല്ലാം വളരെ മുരുകഭക്തിയുള്ളവരും വളരെ ഈശ്വരവിശ്വാസവും ഭക്തിയുമുള്ളവരായതുകൊണ്ട് തന്നെ കുടുംബം, അതായത് സിദ്ധന്മാരുള്ള ഒരു കുടുംബമായതുകൊണ്ട് തന്നെ അവരതിനുള്ള സാഹചര്യം അമ്മയ്ക്ക് ഒരുക്കി കൊടുക്കുകയും അമ്മ അങ്ങനെ ഒരു കഠിനമായ സാധന അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ദേവിയമ്മയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കടുത്ത മുരുകഭക്തരായിരുന്നു. അവർ ദേവിയമ്മയുടെ അമ്മയുടെ ഫാമിലി എല്ലാവരും തന്നെ മുരുകൻ്റെ വലിയ ഭക്തരായിരുന്നു. അപ്പോൾ ഒരിക്കൽ ലോർഡ് അഗസ്ത്യ ദേവിയമ്മയോട് പറഞ്ഞു, നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം ദേവി പാർവതി ദേവിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിക്കുമെന്നും ഒരു നൃത്തം ആടുമെന്നും ദേവി പാർവതിയുടെ നൃത്തം ആടുമെന്നും അറിയിച്ചിരുന്നു. ദേവിയമ്മയുടെ ഫാമിലി അറിയാമല്ലോ, ലോർഡ് മുരുകനെ മാത്രമാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ ദേവിയമ്മയ്ക്കുണ്ടായ ഒരു ആശങ്ക എന്ന് വെച്ചാൽ അവരുടെ ഒരു ആൻറ്റി, അതായത് ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് പലപ്പോഴും ഇങ്ങനെ ലോർഡ് മുരുകൻ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് നൃത്തം ചെയ്യുമായിരുന്നു. അത് ഒരു താണ്ഡവമായിരുന്നു. അതായത് ഉറക്കെ ഷൗട്ട് ചെയ്ത്, ഉറക്കെ ഹര ഹരോ ഹര എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് നൃത്തം വയ്ക്കുകയായിരുന്നു. ആ കുടുംബത്തിലെ മറ്റു പലരും മുരുകൻ്റെ പേര് കേൾക്കുമ്പോഴും ഭജൻ കേൾക്കുമ്പോഴേക്കും ഒരു ബ്ലിസ് സ്റ്റേറ്റിലേക്ക് പോവുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യും. ദേവിയമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പായോട്, അയ്യോ എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ലോർഡ് അഗസ്ത്യരാകട്ടെ അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല, പ്രിപ്പയർ ആയിട്ടിരിക്കാനായിട്ട് തയ്യാറായി ഇരുന്നുകൊള്ളാനായിട്ട് അറിയിക്കുകയും ചെയ്തു. അപ്പ ദേവിയമ്മയോട് കുളി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായി കണ്ണുകൾ അടച്ച് ധ്യാനത്തിലിരിക്കാൻ പറഞ്ഞു. ഈ ഒരു കാര്യം അപ്പയുടെ ഒരു മെസ്സേജ് ദേവിയമ്മ തൻ്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചു. അങ്ങനെ അവരുടെ അടുത്ത ബന്ധുക്കളെല്ലാം പിറ്റേ ദിവസം 6 മണിയായപ്പോൾ അവിടെയെല്ലാം ഒത്തുകൂടി. ആ കൂട്ടത്തിൽ ദേവിയമ്മയുടെ രംഗരാജ് എന്നു പേരായ ഒരു ബന്ധുവും ഉണ്ടായിരുന്നു. അദ്ദേഹം നന്നായിട്ട് നല്ല താളത്തോടും ശ്രുതിയോടും കൂടി നന്നായി പാടാൻ കഴിവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഭജനകൾ പാടുവാനായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഭജന എത്തിയപ്പോഴേക്കും ദേവിയമ്മയ്ക്ക് തൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ, അതായത് ഷിവേഴ്സ് പാസ് ചെയ്യുന്നത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വളരെ ശക്തിയുള്ള തെളിച്ചത്തോടു കൂടിയ ഒരു വെളിച്ചം ദേവിയമ്മയുടെ ശരീരത്തിലേക്ക് വരികയും ദേവിയമ്മയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ദേവിയമ്മയെ ആ ശരീരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാണ് ദേവിയമ്മ പറയുന്നത്. അതിനുശേഷം ദേവിയമ്മ തൻ്റെ ശരീരത്തിൻ്റെ ആക്ഷനുകൾക്ക്, അതായത് ദേവിയമ്മയുടെ ശരീരം പ്രവർത്തിക്കുന്നതിന് ഒരു ദൃക്സാക്ഷിയായിട്ട് നിലകൊണ്ടു. മുകളിൽ നിന്ന് തൻ്റെ ശരീരം താഴെയായിരുന്നു. ദിവ്യപ്രകാശമുടലാർന്ന ആ രൂപം തൻ്റെ കൈകൾ കൊണ്ട് അവിടെയുള്ളവരെ 2 കൈകൾ കൊണ്ടും അനുഗ്രഹിക്കുന്നത് ദേവിയമ്മയ്ക്ക് കാണാമായിരുന്നു. ദേവിയമ്മയുടെ ആ ഒരു ചേഞ്ച് കണ്ടിട്ട് ബന്ധുക്കളെല്ലാം അതിശയിക്കുകയും ദേവിയമ്മ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്ക് മാറിയെന്ന് അവർ ഊഹിക്കുകയും ചെയ്തു. പെട്ടെന്ന് ദേവിയമ്മയുടെ ആ ഒരു ശരീരം, ദേവിയമ്മ ഇതിനെല്ലാം സാക്ഷിയായിട്ട് മുകളിൽ നിൽക്കുകയാണ്. ദേവിയമ്മയുടെ ശരീരത്തിലുള്ള ദിവ്യ ചൈതന്യം രംഗരാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തോട് തിരിഞ്ഞിട്ട് രംഗരാജ പാട്ട് പാടൂ എന്ന് പറയുകയും അദ്ദേഹം ആ ഒരു ആജ്ഞ അനുസരിച്ച് ഒരു പാവയെ പോലെ പാട്ട് പാടാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡിവൈൻ മദർ, ദിവ്യമായ ചൈതന്യം, ദിവ്യമാതാവ് നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. ഇത് കണ്ട് ദേവിയമ്മയുടെ ബന്ധുക്കളും കുടുംബവും അത്ഭുതപ്പെട്ടു പോയി. കാരണം ദേവിയമ്മയ്ക്ക് നൃത്തം അറിയുമായിരുന്നില്ല. പക്ഷേ ആ ഒരു അതിമനോഹരമായ നൃത്തം കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു സംഭവങ്ങളെല്ലാം കണ്ട് ദേവിയമ്മ മുകളിൽ നിന്ന് അതിശയിച്ച് നിൽക്കുകയായിരുന്നു. ആ ഒരു അതിശയം കൊണ്ട് ഇത് സത്യമാണോ അതോ ഒരു ഡ്രീമാണോ, അതായത് സ്വപ്നമാണോ എന്ന് പോലും ദേവിയമ്മ അത്ഭുതപ്പെടുകയായിരുന്നു. ദേവിയമ്മയുടെ കുടുംബവും അത്ഭുതപ്പെട്ടു. അപ്പോൾ അവർ ധരിച്ചു ദേവിയമ്മ ഉന്മാദാവസ്ഥയിലെത്തി നൃത്തം ചെയ്യുന്നതാണ് എന്ന്. അപ്പോൾ ദേവിയമ്മയുടെ കുടുംബത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ മനസ്സിലാക്കിയ മാ പാർവതി ദേവിയമ്മയുടെ മാതാവായ സരസ്വതിയോട് ഇങ്ങനെ പറഞ്ഞു. തിരിഞ്ഞിട്ട് സരസു എന്നാണ് വിളിച്ചത്. കുറച്ച് പാല് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ദേവിയമ്മയുടെ അമ്മ കുറച്ച് പാല് ഒരു ഗ്ലാസ്സിൽ കൊണ്ടുവരികയും ദേവി പാർവതി അത് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണേശൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും പറയുന്നത് നീ ധാരാളമായിട്ട് കഴിക്കും എന്നല്ലേ, അതുകൊണ്ട് ഈ ഒരു പാല് കുടിക്കൂ രാജ. അതായത് രാജ എന്ന് നമ്മൾ കുട്ടികളെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന പോലെ ഈ പാല് കുടിക്കൂ എന്ന്
ആജ്ഞാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും അതിശയം തോന്നിപ്പിക്കുമാറ് അവിശ്വസനീയമായ വിധത്തിൽ ആ ഒരു ഗ്ലാസ്സിലെ പാല് അപ്രത്യക്ഷമാവുകയും ആ ഗ്ലാസ് കാലിയാവുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ദേവിയമ്മയുടെ കുടുംബം അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും പെട്ടെന്ന് തന്നെ മാ പാർവതിയുടെ കാൽക്കൽ നമസ്കരിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തു, അമ്മ, ഞങ്ങളുടെ എല്ലാം വലിയൊരു സൗഭാഗ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മ വരുവാനായിട്ട്, ഞങ്ങളെ സന്ദർശിക്കുവാനായിട്ട് തീരുമാനിച്ചത്. അമ്മയുടെ ദിവ്യമായ നൃത്തം കാണാൻ കഴിഞ്ഞ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾ അമ്മയെ സംശയിച്ചതിന് ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ ആ സമയത്ത് മാ പാർവതി എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആ ഒരു ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. അങ്ങനെ ദേവിയമ്മയ്ക്ക് തിരികെ തൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു. ദേവിയമ്മ പറയുന്നു, അങ്ങനെ അവസാനം കുടുംബത്തിലുള്ള എല്ലാവരും ദേവിയമ്മയ്ക്ക് ഭ്രാന്തി ഇല്ല എന്ന് അംഗീകരിച്ചു. കാരണം ദേവിയമ്മയുടെ ദിവ്യമായ ദർശനങ്ങളെല്ലാം കേട്ടിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ദേവിയമ്മയോട് അവർക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നുകയും ചെയ്തു എന്ന് പറയും. അതിനുശേഷം അതേപോലെ തന്നെ പലപ്പോഴായി ലോർഡ് ശിവഭഗവാൻ, ദേവി രേണുകാദേവി, മുരുകൻ, അങ്ങനെയുള്ള എല്ലാ ശക്തികളും ദേവിയമ്മയുടെ ശരീരത്തിൽ വന്നു പോവുകയും അവരുടെ എല്ലാം അത്ഭുതകരമായ നൃത്തത്തെ പറ്റിയും ഇവിടെ വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ അത്ഭുതകരവും ദിവ്യവുമായ കഥകളാണ്. ഒരിക്കൽ ലോർഡ് മുരുകഭഗവാൻ അവിടെ ദേവിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് നൃത്തം ചെയ്തതും എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഹൃദയസ്പർശിയായ രീതിയിൽ, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ അമ്മ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ദിവ്യമായ ഒരു ഗ്രന്ഥം നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കുക. കാരണം നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു സന്ദർഭമാണിത്. അവിശ്വാസത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെ എല്ലാം കാലമാണിത്. അപ്പോൾ നമ്മൾ ഈശ്വരനെ പറ്റി പറയുകയും ഗുരുക്കന്മാരെ പറ്റി പറയുകയും ഭക്തിയുടെ മാർഗത്തിൽ അല്ലെങ്കിൽ ദൈവീകമായ മാർഗത്തിൽ ചലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പരിഹസിക്കുകയും നമ്മളെ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാനായിട്ട് ഇതുപോലെയുള്ള ദിവ്യ അവതാരങ്ങൾ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട് എന്നറിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഭക്തിയെയും വിശ്വാസത്തെയും കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും നമ്മുടെ സാധനകൾക്ക് കൂടുതൽ ദൃഢത നൽകുകയും നമ്മെ നമ്മുടെ മാർഗത്തിലൂടെ മുമ്പോട്ട് നയിക്കാൻ പര്യാപ്തമാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.